IPL സൗത്ത് ആഫ്രിക്ക നടക്കാൻ പോകുന്നു. IPL ഇംഗ്ലണ്ടിൽ നടക്കാൻ പോകുന്നു. വാർത്താ ചാനലൊക്കെ തുറന്നു നോക്കിയാൽ ഇത് തന്നെ കാണാനുള്ളൂ. IPL ദുബായിലേക്ക് നടക്കാൻ പോകുന്നു. IPL ഇപ്പം പുതിയതായിട്ട് കേൾക്കുന്നു ഇംഗ്ലണ്ടിൽ നടക്കാൻ പോകുന്നു. പിന്നെ കേൾക്കുന്നു IPL സൗത്ത് ആഫ്രിക്ക നടക്കാൻ പോകുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള വാർത്തകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ എന്തായാലും മൈക്കിൾ വോണിൻ്റെ ഒരു ട്വീറ്റാണ് ഇതിനെല്ലാം കാരണമായെന്ന് പറഞ്ഞിരിക്കുന്നത്. പുള്ളി ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. അത് എല്ലാവരും ഏറ്റെടുത്തുകൊണ്ടാണ് ഇംഗ്ലണ്ട് ക്ഷണിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്ക ക്ഷണിച്ചിരിക്കുന്നു. സൗത്ത് ആഫ്രിക്ക നടക്കാൻ പോകുന്നു. ഇപ്പം നെതർലാൻഡും റെഡിയാണെന്നാണ് ഇപ്പോൾ ഞാൻ ഒരു ന്യൂസ് കാണുന്നത്. ആർക്കാണ് ഇത്ര ധൃതി? എന്തിനാണ് ഇപ്പോൾ ഇന്ത്യ ഒരു ക്രിട്ടിക്കലായ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യുമ്പോൾ ആർക്കാണ് ഇത്ര ധൃതി? നമ്മൾ കരയുമ്പോൾ മറ്റൊരു സൈഡിൽ കൂടെ ആർക്ക് ചിരിക്കാൻ കഴിയും? IPL കണ്ട ആർക്ക് ചിരിക്കാൻ കഴിയും? ആർക്ക് എൻ്റർടൈൻമെൻ്റ് ആവാൻ കഴിയും? ആർക്ക് സന്തോഷിക്കാൻ കഴിയും? ഒന്ന് അടങ്ങുമെന്നേ എൻ്റെ അഭിപ്രായത്തിൽ. ഇത് എസ്കലേറ്റ് ചെയ്യാൻ രണ്ട് ടീമും ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യയുടെ റിപ്ലൈ ഒക്കെ കാണുമ്പോൾ അങ്ങനെ തന്നെയാണ് മനസ്സിലാകുന്നത്. ഇന്ത്യ കറക്റ്റായിട്ടൊരു രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാൻ എന്ന അവരുടെ ഇരിക്കുന്ന എല്ലാ പൊട്ടാസും എടുത്ത് ഇന്ത്യയിലേക്ക് എറിയുന്നുണ്ട്. ഇന്ത്യ മനോഹരമായിട്ട് അതിനെ പ്രതിരോധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇതധികം എക്സ്കലേറ്റ് ചെയ്യാനൊരു ചാൻസ് ഉണ്ട് എന്ന്. പിന്നെ ഇംഗ്ലണ്ട് നടക്കും, സൗത്ത് ആഫ്രിക്ക നടക്കുന്നു. അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാറായിട്ടില്ല, പറയാറായിട്ടില്ലെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. BCC ഉദ്ധരിച്ചുകൊണ്ട് ക്രിക്ക് ബസ്സിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഇതാണ്: IPLൻ്റെ അപ്ഡേറ്റ് എന്തായാലും 3 ദിവസത്തിനകം വരും. അപ്പം നമുക്ക് പറയാൻ കഴിയും. ഒരു 3 ദിവസത്തെ സമയമാണ് പുള്ളി പറയുന്നത്. എന്തായാലും ഏത് തന്നെ ആയാലും ഒരു 3 ദിവസത്തിനകം അപ്ഡേറ്റ് വരും. അതിപ്പോൾ എവിടെ നടക്കണമോ, ഇന്ത്യയിൽ തന്നെ നടക്കുമോ, അതോ ഇനി സൗത്ത് ഇന്ത്യയിലായിരിക്കുമോ നടക്കുന്നത്, അതോ ഇംഗ്ലണ്ടിലായിരിക്കുമോ സൗത്ത് ആഫ്രിക്കയിലാവുന്നുള്ളൊരു അപ്ഡേറ്റ് 3 ദിവസത്തിനകം വരുമെന്നാണ് BCC ഉദ്ധരിച്ചുകൊണ്ട് ക്രിക്ക് ബസ്സിന് കൊടുത്ത ഒരു ന്യൂസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതാണ് സത്യം പറഞ്ഞ ഒരു ഒഫീഷ്യലായിട്ടുള്ളൊരു ന്യൂസ്. ഒരു 3 ദിവസത്തെ സമയം ഇന്ത്യൻ ഗവൺമെൻറ് പറയുന്നു ഒരാഴ്ചത്തേക്കാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എന്നാൽ BCC ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത് 3 ദിവസം കൊണ്ട് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ആർക്കും എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഇൻട്രസ്റ്റ് കാണത്തില്ല. ആർക്ക് കാണും ഇൻട്രസ്റ്റ് കാണും? ഒരു സൈഡിൽ പാകിസ്ഥാൻ്റെ ഷെല്ലാക്രമണത്തിൽ ബോർഡറിലുള്ളവർക്ക്, ജമ്മുവിലും കാശ്മീരിലൊക്കെ ഉള്ളവർക്ക് ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല IPL നമുക്ക് നല്ലതായിരിക്കും, ഗുണം ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഇംഗ്ലണ്ട് റെഡിയാണ്, സൗത്ത് ആഫ്രിക്ക റെഡിയാണ്. ഒരു വാക്ക് BCC പറഞ്ഞാൽ ഇവരെല്ലാം സമ്മതം കൊടുക്കും. നമുക്കെല്ലാവർക്കും അറിയാം. പഞ്ചാബിൻ്റെ ഡൽഹിയുടെ ന്യൂസ് വരുന്ന ആ മാച്ച് ഒന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. 10 ഓവറിൽ 100 റൺസാണ് അവർ എടുത്തിരുന്നത്. അവിടെ നിന്നല്ല, 0 ബോളിൽ നിന്ന് ഒന്നേന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഡൽഹിയെ നോക്കുമ്പോഴത്തേന് വല്ലാത്തൊരു ഭാഗ്യമാണ്. കഴിഞ്ഞ കളി SRHൻ്റെ കൂടെ എന്തായാലും രക്ഷപ്പെട്ടു, മഴ പെയ്തുകൊണ്ട്. ഇന്നലെ ആണെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ പിന്നെ അവർ രക്ഷപ്പെട്ടു. കൊടുങ്കാരിയിൽ നമ്മൾ പെണ്ണിനെ കൊണ്ട് പോകുമെന്ന് അറിയാൻ വയ്യ അവസാനം കളിയൊക്കെ തുടങ്ങുമ്പോഴത്തേന്. അങ്ങനെ അത്രമാത്രം ഒരു ലക്കാണ് എന്തായാലും ഡൽഹിയുടെ അവിടെ കാണാൻ കഴിഞ്ഞത്. നോക്കുമെങ്കിൽ 10 ഓവറിൽ ഏകദേശം 100 റൺസ് എടുത്തായിരുന്നു. ഒരു വിക്കറ്റാണെന്ന് തോന്നുന്നു അവിടെ നഷ്ടപ്പെട്ടത്. ആ മത്സരവും നടന്നില്ല. മറ്റൊരു മത്സരത്തിൽ 130 റൺസാണ്ട് എടുക്കാൻ കഴിഞ്ഞുള്ളൂ. ആ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. മുടിഞ്ഞ ലക്ക് തന്നെയാണ് എന്തായാലും ഡൽഹി ഈ പ്രാവശ്യം കപ്പ് പോലും അടിച്ചുകൊണ്ട് പോകുന്ന. അറിയാൻ വയ്യാത്തത് CB ആണെങ്കിൽ കപ്പടിക്കാൻ ഒരു ചാൻസിൽ അവിടെ നിൽക്കുന്നു. മുംബൈ അകത്താവുമോ പുറത്താവുമോ എന്ന് ആർക്കും അറിയത്തില്ല. പഞ്ചാബ് പ്ലേ ഓഫ് ഉറപ്പിക്കാൻ നിൽക്കുന്നു. KKRന് അവിടെ ചാൻസ് ഉണ്ട്. നോക്കുമെങ്കിൽ വളരെ ഇൻട്രസ്റ്റ് ആണ് എന്താണ് സംഭവിക്കുന്നത്. നമ്മുടെയൊക്കെ ഫേവറേറ്റ് ടീമുകൾ അവിടെ ഉണ്ട്. എന്തായാലും അവരുടെയൊക്കെ കളി കാണാൻ നമ്മളും ആഗ്രഹിക്കുന്നു. പക്ഷേ കറണ്ട് സിറ്റുവേഷൻ നോക്കുമ്പോഴത്തേന് എൻ്റെ അഭിപ്രായം നമ്മൾ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാം. ഈ യുദ്ധം അധികം എസ്കലേറ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല. കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യുക. നല്ല അപ്ഡേറ്റുകൾ നമുക്ക് കേൾക്കാൻ കഴിയും ഈ ദിവസങ്ങളിൽ. ഇന്ത്യയിൽ തന്നെ ബാക്കിയുള്ള മാച്ചുകൾ നടക്കാൻ കഴിയും. ഫൈനലും എല്ലാം ഇന്ത്യയിൽ തന്നെ നടക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.